ഏറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് തലകള വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെ നായകനും ഞങ്ങളുടെ പരിപാലകനുമായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ അറിവിനും പ്രവൃത്തിക്കും യോജിക്കുന്നതായി തീരുവാൻ ദൈവമേ അങ്ങ് ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം സാന്നിധ്യമായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ ആരാധനയുടെ ആദ്യോടന്തം നീ ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. അങ്ങയെ ആത്മസമർപ്പണത്തോടുകൂടെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. നിനക്കായി പാടുവാൻ, വചനം ധ്യാനിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തണമേ. ഈ ആരാധനയിൽ പങ്കുകാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ സാന്നിധ്യമായി കൂടിയിരിക്കണമേ. ക്രിസ്തുവേശു മുഖാന്തരം യാചിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ജീവിതം ചെയ്യുവാൻ ദൈവത്തോട് മടുപ്പാൻ
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തുതിരിത്താനുകളിൽ രണ്ടാം ഭാഗം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവന്റെ കൈകളെ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും വ്യാജത്തിന് മനസ്സിലാക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹൃദയാകുന്നു പകർന്നിരിക്കുന്ന മനസ്സ്, പകർന്നും മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആകയാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്തു നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്തുപോയി ജീവിതം നിരാശയാ.
അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. പാപമേറെ ചെയ്തു പോയി ജീവിതം നിരാശയാ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. രണ്ടാമത് വരുന്ന അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാകാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും കൃപയും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 100-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനം 100. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ നയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനിൽ കൂടെ സാധാരണക്കാരായ ജനങ്ങളെ അങ്ങയുടെ വിശ്വസ്ത വേലക്കാരായി വിളിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ലൗകിക ജീവിതത്തിന്റെ പ്രേരണകളെ തരണം ചെയ്യുവാനും നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുവാനും ശുശ്രൂഷാ ജീവിതം അനുഗ്രഹമായി തീരുവാനും വേദശാസ്ത്ര പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കണമേ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെയുള്ള സാക്ഷി ജീവിതം നയിക്കുവാനും അങ്ങയോട് വിധേയത്വം പുലർത്തുവാനും എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സഹായിക്കണമേ. അതിനായി അങ്ങയുടെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങളെ അവർ കണ്ടെത്തുവാനും പരിശുദ്ധാത്മാവ് മുഖാന്തരം അവരെ സഹായിക്കണമേ. വേദപഠനത്തിൽ അഭ്യസിക്കപ്പെടുന്നവർ നേർവഴിയിൽ നയിക്കപ്പെടുവാനുള്ള പ്രേരണ അവർക്ക് നൽകുമാറാകണമേ. ദൈവിക ശാസ്ത്ര പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരെ അഭ്യസിപ്പിക്കുന്ന അധ്യാപകരും അങ്ങയുടെ പരിജ്ഞാനത്തിൽ നിറയപ്പെടുവാനും തന്മൂലം ഈ ലോകത്ത് ദൈവിക സത്യവും നീതിയും ന്യായവും നിലനിർത്തപ്പെടുവാൻ അവർ കാരണമായി തീരുമാറാകണമെന്ന് അങ്ങയോട് പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകസത്യ ദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതന് ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിനു അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനു അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്,
നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളിച്ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമരുടെ കൈയിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തുനിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്ത് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. യിസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ യിസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശെ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും യിസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനു അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളിച്ചെയ്തു. സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ. ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയുമുള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 2 ലേഖനം 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 തിമത്തിയോസ് 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്ക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരായികയിൽ കിരീടം പ്രാപിക്കയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്
ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നമുക്കെല്ലാവർക്കും ശിമിയോന്റെ പാട്ട് ചേർന്ന് വായിക്കാം. ശിമിയോന്റെ പാട്ട്. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി 26 വരെ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം കേട്ടുകൊള്ളു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി 26 വരെ എഴുതപ്പെട്ട ദൈവവചനം. സുവിശേഷ ഗീതികൾ പാടാൻ, യേശുവിൻ സാക്ഷികളാകാൻ, ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നിങ്ങൾ കേട്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ആകുന്നു. നീതിമാന്മാരും കൂടാരങ്ങളിൽ ജയസംഗീതങ്ങൾ പാടിടുവിൻ. യേശുവിൽ വിശ്വസിച്ചിടുവിൻ. ജയസന്തോഷമേ, ജയസന്തോഷം, 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 ജയസന്തോഷം. യേശുവിൽ വിശ്വസിച്ച ജയസന്തോഷമേ. വൈരിൻ പാശങ്ങൾ ഛേദിക്കുവാൻ സ്വർഗീയ തേജസ്സുപേക്ഷിച്ചു താൻ മർത്യർക്കു ധാരണം നേടിയിടുവാൻ ജയസന്തോഷമേ, ജയസന്തോഷം, 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 ജയസന്തോഷം. യേശുവിൽ വിശ്വസിച്ചാശ്രയിച്ച ജയസന്തോഷമേ.
നീതിക്കായി മരിച്ചു താൻ, മൃത്യുവിൻ ഭീതി സംഹാരിച്ചു താൻ, സത്യസമാധാനം വരുത്തി താൻ, ജയ സന്തോഷമേ, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, യേശുവിൽ വിശ്വസിച്ചാൽ ജയ സന്തോഷമേ. വേഗത്തിൽ വന്നിടും താൻ, വ്യാജമാം പൂജകൾ നീക്കിടുവാൻ, രാജത്വമാശ്രിതർക്കേകിടും താൻ, ജയ സന്തോഷമേ, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, യേശുവിൽ വിശ്വസിച്ചാൽ ജയ സന്തോഷമേ. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. വചനധ്യാനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആഴമേറിയ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാനും അത് പ്രായോഗികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. വിശ്വാസം ആകാശത്തോളം ഉയർത്തിപ്പിടിക്കുവാൻ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെല്ലാവരും പാത്രമായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ പൊതിയണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആരാധനയിൽ ബഹുമാനമുള്ള അച്ഛനോടും ഇടവക കമ്മിറ്റിയോടും വിശ്വാസ സമൂഹത്തോടും ഒപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും വലിയവനായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരവസരം ഒരുക്കിയ പ്രിയമുള്ള അച്ഛനോടും കമ്മിറ്റിയോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ ഇടവക സമൂഹത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവത്തോടെ ഇന്നത്തെ വചനധ്യാനം നമുക്ക് ആരംഭിക്കാം. രണ്ടാം ലോകമഹായുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ പട്ടാളക്കാർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് ഒരു ജാപ്പനീസ് എയർക്രാഫ്റ്റ് ഈ കപ്പലിൽ ബോംബിടുന്നു. അനേകർ തൽക്ഷണം മരിക്കുകയാണ്. കേവലം 5 പേര് ചെറിയൊരു ലൈഫ് ബോട്ടിൻ്റെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ്. മണിക്കൂറുകളോളം അവർ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ സമയത്ത് 5 പേരിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം വളരെ വേദനയോടെ ദുഃഖത്തോടെ പറഞ്ഞു, ഞാനിതാ ഈ കടലിൽ ആഴ്ന്നിറങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ ശരീരം ഈ സ്രാവുകൾക്ക് ഒരു ആഹാരമാകുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിയാണ് ഈ വാക്കുകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തുടർന്ന് അദ്ദേഹം കടലിൽ മുങ്ങിത്താഴുകയാണ്. രണ്ടാമത്തെ വ്യക്തി വളരെ വേദനയോടെ പറഞ്ഞു, ഞാനിതാ മരിക്കുവാനായിട്ട് പോവുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്ത
മനുഷ്യനായി വേദനയോടെ അദ്ദേഹവും അന്ത്യശ്വാസം വലിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ, ഇൻഷുറൻസിൻ്റെ എല്ലാ ഡോക്യുമെൻസും മറ്റ് ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം എൻ്റെ കയ്യിലായിപ്പോയി. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്താണ് സംഭവിക്കുക? കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞ് നിരാശയോടെ കഴിയുകയാണ്. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. ശേഷിക്കുന്ന 2 പേര് അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി മാറുകയാണ്. അവർ പറഞ്ഞു, നമ്മൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുക. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് യാതൊരു മരണത്തിൻ്റെ ശക്തിയെ നമ്മെ കീഴടക്കുവാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്ന ജനത്തിന് ദൈവം തീർച്ചയായും സംരക്ഷണം നൽകും എന്ന് പറഞ്ഞ് അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന അനുഭവങ്ങളെ കാണുകയാണ്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തീരദേശത്ത് നിന്നൊരു ഹെലികോപ്റ്റർ ഇവരെ കാണുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ തീരത്തെത്തിയ സമയത്ത് അവർ പറയുകയാണ്, ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള സമയം. പക്ഷേ ഈ സമയം ഞങ്ങൾ നിരാശപ്പെട്ടില്ല, ഞങ്ങൾ ഭയപ്പെട്ടില്ല. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും ഭയമുണ്ടാകും, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും മരണമാണ് സംഭവിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനോടുകൂടെയുള്ള നിത്യമായൊരു ജീവിതമാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവർ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരായിട്ട് മാറുകയാണ്. മഹാത്മാഗാന്ധിജിയുടെ ഒരു ഓട്ടോബയോഗ്രാഫി നമുക്കറിയാം. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ദ ട്രൂത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആസ് ദ ട്രൂത്ത് ഹാസ് ദ പവേഴ്സ് ആൻഡ് ക്യാൻ ഡു വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്, ദ സെയിം വേ ഇസ് ദ ഫെയ്ത്ത് ടു ക്യാൻ. ജീവിതത്തിൽ സത്യത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയുണ്ട്, അടയാളങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വാസത്തിനും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ശക്തമാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരത്ഭുതമായി ഈ ലോകത്ത് വെളിപ്പെടും. വിശ്വാസത്തെ വൈഫൈയോട് ഉപമിക്കാറുണ്ട്. നമ്മളൊക്കെ വൈഫൈ ഉപയോഗിക്കുന്നവരാണ്. ഫെയ്ത്ത് ഈസ് ലൈക്ക് വൈഫൈ. ഇറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഹാസ് ദ പവർ ടു കണക്ട് യു ടു വാട്ട് യു നീഡ്. വൈഫൈയിലെ കണക്ഷൻ നമുക്ക് കാണാനായിട്ട് അസാധ്യമാണ്. പക്ഷേ അത് ഉള്ളവർക്കൊക്കെ അതിലാവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതമേറെ അനുഗ്രഹമുള്ളതായി മാറുക. അത് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് വലിയ പ്രവാചകനായ മോശയാണ്. മോശ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. ഫറവോൻ്റെ ശക്തമായ ഉരുക്കുകോട്ടകളെ തകർക്കുവാൻ, ചെങ്കടലിൻ്റെ തിരമാലകളെ ഭേദിക്കുവാൻ, മരുഭൂമിയിലെ കനൽക്കാറ്റിനെ അതിജീവിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് മോശ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശ്വാസത്തിൻ്റെ നിറവ് സമഗ്രമായ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമായി തീരുകയാണ്. ഇന്നത്തെ ധ്യാന വിഷയം വിശ്വാസത്തിൻ്റെ 2 തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, നോയിങ് ഫെയ്ത്ത് ആൻഡ് ഡൂയിങ് ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിൻ്റെ പരിജ്ഞാനം, 2 വിശ്വാസത്തിൻ്റെ പ്രായോഗികത. വിശ്വാസത്തിൽ പരിജ്ഞാനമുള്ളവരാണ് നമ്മൾ, ദൈവശാസ്ത്രപരമായി അറിവുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ ദൈവശാസ്ത്രപരമായ അറിവുകൾ, വിശ്വാസത്തിൻ്റെ പരിജ്ഞാനം പ്രായോഗികതയിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ, സമൂഹത്തിൻ്റെ രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. ഇന്നത്തെ ധ്യാന വിഷയം പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിലെ 1-ാമത്തെ
വാക്യം മാത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവജനത്തിൻ്റെ വിമോചന പ്രക്രിയ മോശയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. മോശയിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രം, വിശ്വാസ സംബന്ധമായ 3 കാര്യങ്ങൾ മാത്രം ഈ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ മോശയിൽ കാണുന്ന പ്രധാന കാര്യം, ഒന്ന്, മോശ ഒരു സമർപ്പിതമായ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. മോശയുടെ ഫെയ്ത്തിന് ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. സമർപ്പിതമായ വിശ്വാസമായിരുന്നു മോശയുടേത്. ക്രിസ്ത്യൻ ട്രഡീഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഏകദേശം 40 വർഷക്കാലമാണ് ജീവിക്കുന്നത്. അതായത് ഒരു അടിമയായിട്ടല്ല മോശ ജീവിക്കുന്നത്, ഒരു രാജകുമാരനായിട്ടാണ് മോശ ജീവിക്കുന്നത്. ഒരു ദരിദ്രനായിട്ടല്ല ജീവിക്കുന്നത്, ഒരു സമ്പന്നനായിട്ടാണ് മോശ ജീവിക്കുന്നത്. ഒരു നോർമൽ ലൈഫല്ല മോശയുടേത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു ലക്ഷറിയസ് ലൈഫാണ് മോശയുടെ ജീവിതം. ഒരു ആവറേജ് എഡ്യൂക്കേഷൻ അല്ല മോശയ്ക്ക് ഉണ്ടാകുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കാണുന്നത് മോശ റിലീജിയസ്, സിവിൽ ആൻഡ് മിലിറ്ററി, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഹൈടെക് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു മോശ. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മോശയ്ക്കുണ്ട്. പക്ഷേ ഈ എല്ലാ സാധ്യതകളും, ഒരുപക്ഷെ രാജാവായി മാറാനുള്ള സാധ്യതകൾ വരെ മോശയുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ഈ സാധ്യതകളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് മിദ്യാനിലേക്ക് മോശ തിരിക്കുന്നത്. അവിടെ 40 വർഷം മോശ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മോശയുടെ തൊഴിൽ ആട്ടിടയനായിട്ടുള്ള തൊഴിലാണ്. മിദ്യാനിൽ കൊട്ടാരങ്ങളില്ല, പൂന്തോട്ടങ്ങളില്ല, സേവകരില്ല, വിഭവസമൃദ്ധമായ വിരുന്നുകളില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി തനിക്ക് ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും മോശ ഉപേക്ഷിക്കുകയും ആ പദ്ധതികൾക്കായിട്ട് തൻ്റെ വിശ്വാസത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. ഈ മരുഭൂമിയിൽ ഭയാനതകൾ മാത്രമാണുള്ളത്. ഈ മരുഭൂമിയിൽ എപ്പോഴും ഏകാന്തതകൾ മാത്രമാണുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് എല്ലാം ഏറ്റെടുക്കുന്ന, ഏകാന്തതകളെ ഏറ്റെടുക്കുന്ന ഒരു മോശയെ ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്. വിശ്വാസം എന്നത് സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും വിശ്വാസം എന്നത് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന്. അതല്ല, സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ സ്വാർത്ഥതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാത്രമാണ് ഇവിടെ ഏറ്റവും വിലയുള്ളത്. സമൃദ്ധമായ സാധ്യതകളുള്ള ഒരു ക്രൈസ്തവ സമൂഹമാണ് ജെസ്യൂട്ട് സമൂഹം. എന്നാൽ ആ സമൂഹത്തിൻ്റെ എല്ലാ സാധ്യതകളെയും സമൃദ്ധികളെയും അതിജീവിച്ച് ആ വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വനാന്തരങ്ങളിലെ ആദിവാസികളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എടുത്തു ചാടിയ ഒരു വിശ്വാസമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടേത്. കാരണം ഇതാണ് മോശയെ പോലെയുള്ള വിശ്വാസം. അതായത് തൻ്റെ നിലനിൽപ്പല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഉന്നമനമാണ്, സമൂഹത്തിൻ്റെ പരിവർത്തനമാണ് വിശ്വാസം എന്ന കാഴ്ചപ്പാട് ദൈവം ഇവിടെ നൽകുകയാണ്. സ്റ്റാൻ സ്വാമിയെ പോലെയുള്ളവരെ നമുക്കില്ലാതാക്കാം, പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ദൈവികമായ മൂല്യങ്ങളെ നമുക്ക് നല്ല ഒരു ശക്തിക്കും തകർക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ശക്തിക്കും സാധ്യമല്ല. അത് വചനത്തിൻ്റെ നിറവിൽ, അത് കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്, മോശ 40 വർഷമാണ് കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ 40 വർഷം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മോശ ആട്ടിടയനായി മാറുന്നു. പക്ഷേ സ്വന്തമായി ഒരാടുപോലും മോശയ്ക്കുണ്ടാകുന്നില്ല. ജിത്രോ പുരോഹിതൻ്റെ ആടുകളെയാണ് മോശ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വന്തമായി മോശയുടെ കയ്യിലുള്ളത് ഒരാശയം മാത്രമാണ്. വിശ്വാസത്തിലൂടെ വിമോചനമെന്ന ഒരു ആശയം മാത്രമാണ് മോശയുടെ കയ്യിലുള്ള ആയുധം.
വിശ്വാസത്തിലൂടെ വിമോചനം നടത്തുകയെന്ന ആശയവുമായിട്ടാണ് മോശ കൊട്ടാരം വിടുന്നത്, മിദ്യാനിയിലെ മരുഭൂമിയിൽ അലയുന്നത്. പക്ഷേ ആ ആശയത്തെ ദൈവം സ്വീകരിക്കുകയും ആശയം നിവർത്തിക്കുവാനായിട്ട് ദൈവം മോശയെ നിയോഗിക്കുകയും ചെയ്യുകയാണ്. എന്തും വിശ്വസിക്കുന്നവരുടെ പേരല്ല വിശ്വാസി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അന്ധമായി പോലും വിശ്വസിക്കുന്നവരാണ് വിശ്വാസി എന്ന് ചിന്തിക്കും. പക്ഷേ അടിമയ്ക്കും അശരണർക്കും അനന്തതയിലേക്ക് പറക്കുവാൻ ചിറകു നൽകുന്നവൻ്റെ പേരാണ് വിശ്വാസി. അശരണർക്കും അതുപോലെ തന്നെ അടിമയ്ക്കും അനന്തതയിലേക്ക് പറക്കുവാൻ ചിറകു നൽകുന്ന ഒരു വ്യക്തിയുടെ പേരാണ് വിശ്വാസി. അതാണ് മോശയുടെ വിശ്വാസ സമർപ്പണത്തിൻ്റെ മാതൃക നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇർവിൻ സ്റ്റോൺ പറയുന്നുണ്ട്, ടാലന്റ് ഈസ് ചീപ്പ്, ഡെഡിക്കേഷൻ ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് വിൽ കോസ്റ്റ് യുവർ ലൈഫ്. അതായത് ഒരു സമർപ്പണം എന്ന് പറയുന്നതിന് വിലമതിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. വിശ്വാസ സമർപ്പണത്തിന് വിലമതിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ഒരുപക്ഷെ ജീവനേക്കാൾ ജീവിതത്തെക്കാൾ മൂല്യമുള്ളതാണ്. അത് മോശ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് മോശയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രവർത്തനനിരതമായ വിശ്വാസമാണ്. എപ്പോഴും മോശ ആക്റ്റീവായിരുന്നു മോശയുടെ വിശ്വാസത്തിൽ. 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നൗ മോസസ് വാസ് ടെൻഡിങ് ദ ഫ്ലോക്ക് ഓഫ് ജെത്രോ ഹിസ് ഫാദർ ഇൻ ലോ ദ പ്രീസ്റ്റ് ഓഫ് മിഡിയൻ. അതായത് മോശ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുകയാണ്. മിദ്യാനിൽ മേയ്ക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. മോശ അലസനായി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ദൈവം മോശയെ നോക്കുമ്പോഴെല്ലാം മോശ പ്രവർത്തനനിരതനായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു മോശ. മോശയുടെ ജീവിതത്തിലും പ്രവർത്തനനിരതമായ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൈവം ആരെയെല്ലാം തൻ്റെ പദ്ധതികൾക്കായിട്ട് വിളിക്കുന്നുവോ ദൈവമാണ് അവരുടെ യോഗ്യത കണക്കാക്കുന്നത്. നമ്മൾ പലപ്പോഴും യോഗ്യത കണക്കാക്കുന്നവരായി മാറാറുണ്ട്. എന്നാൽ ദൈവമാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് യോഗ്യരാണോ എന്ന് തിരിച്ചറിയുന്നത്. മാത്രമല്ല, പ്രവർത്തന നിരതരായിട്ടുള്ള ആളുകളെയാണ് ദൈവം എപ്പോഴും തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ആബേലിനെ കാണുന്നുണ്ട്. ആട്ടിടയനായിരുന്നു, പ്രവർത്തന നിരതനായിരുന്നു. കൈയിൻ്റെ ആടുകളെ ആബേൽ മേയ്ക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 36-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യാക്കോബിനെ നമ്മൾ കാണുന്നു ആട്ടിടയനായിട്ട് മാറുന്നു, ലാബാൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തൻ്റെ അപ്പനായ പിതാവിൻ്റെ ആടുകളെ മേയിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുകയാണ്. ഇവിടെയെല്ലാം ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് കാരണം ദൈവം അവരെ നോക്കുമ്പോൾ അവർ അലസരായിരിക്കുന്നവരല്ല, അവരെപ്പോഴും പ്രവർത്തിക്കുന്നവരായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തന നിരതരായവരെയാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും, പക്ഷേ പ്രവർത്തനനിരതരായവരെ, കർമ്മനിരതരായവരെ ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു, കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് കുറേ പേരെ ചേർക്കുന്നുണ്ട്, അല്ലേ? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗത്ത് അവിടെ നമ്മൾ കാണുന്നത് അലസരായിട്ടുള്ളവരെയല്ല കാണുന്നത്. മറിച്ച് കർത്താവ് നോക്കുന്ന സമയത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കുന്നവരായിരുന്നു, വല നന്നാക്കുന്നവരായിരുന്നു, വലയെറിയുന്നവരായിരുന്നു. മാത്രമല്ല പാരൻസിനോട് കമ്മിറ്റ്മെൻറ്റുള്ള ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന പ്രവർത്തനനിരതരായവരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളാക്കുന്നത്. ദൈവം എപ്പോഴും നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എപ്പോഴും പ്രവർത്തനനിരതരായിരിക്കാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യം. മോശയുടെ തൊഴിലെന്ന് പറയുന്നത് ഒരാട്ടിടയൻ, ഒരു ചെറിയ പണിയാണ്. പക്ഷെ ആ തൊഴിലിൽ മോശ സംതൃപ്തനായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ പ്രാധാന്യമുള്ള പദവികളുള്ള തൊഴിലൊന്നുമല്ല, പക്ഷെ ആ ചെറിയ തൊഴിലാണെങ്കിൽ പോലും മോശ അതിൽ സംതൃപ്തനായിരുന്നു. ഏത് സ്ഥാനങ്ങളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നവർ, ഏത് സാഹചര്യങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്, അവിടെ പദവികളല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് നമ്മൾ ഓർക്കണം, നമുക്ക് ആ തൊഴിലിനോട് ചെയ്യാനുള്ള സന്നദ്ധതയും അതിനോടുള്ള ഡെഡിക്കേഷനും, അതുമാത്രമല്ല പ്രവർത്തനനിരതരായി തീരുവാനുള്ള അതിലുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ച വ്യക്തിയാണല്ലോ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന് വളരെ പരീക്ഷണങ്ങളൊക്കെ, കഠിനമായ പരീക്ഷണങ്ങളിലൂടെ പോയിട്ടുള്ള മനുഷ്യനാണ്. ചിലതിൽ വിജയങ്ങളുണ്ടാകാം, ചിലതിൽ തോൽവികളുണ്ടാകാം, ചിലത് തെറ്റിപ്പോകാം, ചിലത് ഏറെക്കുറെ ശരിയായി തീരാം. അങ്ങനെ അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുക.
എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 വേസ് വോണ്ട് വർക്ക്. അതായത് ഞാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ 10,000 വഴികളിലൂടെ സഞ്ചരിച്ചാൽ എനിക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടെത്തലുകളാണ് ഞാൻ നടത്തിയത്. അതായത് എൻ്റെ കണ്ടെത്തലുകളിലൂടെ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് എവിടെയെല്ലാം വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു പുതിയ കണ്ടെത്തൽ ഞാൻ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, മോശയെ പോലെ പ്രവർത്തന നിരതരായി പരിശ്രമിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വെളിച്ചമായി, ഒരു ലൈറ്റ് ബൾബായിട്ട് മാറുവാൻ, ഒരു വെളിച്ചമായി സമൂഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. അത് മോശ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് മോശയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദൈവോന്മുഖമായ വിശ്വാസമാണ്. ഒരു ഡിവൈൻ ഫെയ്ത്ത് മോശയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ആടുകളെ മോശ ഹൊരേബ് പർവ്വതം വരെ, ദൈവത്തിൻ്റെ പർവ്വതം വരെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആട്ടിടയന്മാർക്ക് രക്ഷകന്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള അറിവ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ഇവിടെ 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രവർത്തന മേഖലകളിൽ സജീവത നിലനിർത്തിയവരെ മാത്രമല്ല, ആർക്കൊക്കെയാണ് ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ചവർ, ആരൊക്കെയാണ് ദൈവത്തിലേക്ക് സഞ്ചരിച്ചവർ, അവർക്ക് മാത്രമാണ് ദൈവം അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ കാലങ്ങളിൽ ദൈവത്തെ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി തരും. ഇവിടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കത്തുന്ന മുൾപ്പടർപ്പിലാണ്. ഈ മുൾപ്പടർപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് വെന്തു പോകുന്നില്ല, അതിൻ്റെ ഇലകൾ ഒരിക്കലും വാടിപ്പോകുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകും, വെന്തുപോകുന്ന അനുഭവങ്ങളുണ്ടാകും, പക്ഷേ ഒരു പച്ചപ്പ് ദൈവം എപ്പോഴും അവിടെ നിലനിർത്തും. കത്തിക്കരിഞ്ഞു പോകുവാൻ ദൈവം അവരെ അനുവദിക്കില്ല. കാരണം ദൈവം അവരെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വഴിയരികിലൊക്കെ പോകുമ്പോൾ ഉണങ്ങിയ മരക്കഷ്ണങ്ങളിൽ ചില ചെടികളെല്ലാം നാമ്പിടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില മുളകൾ പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില പച്ചപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. അസ്തമിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും പല സാഹചര്യങ്ങളും അസ്തമിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൽ നിന്ന് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവം മരുഭൂമിയിൽ നീരുറവ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തെ സങ്കടപ്പെടുത്തിയ വലിയൊരു കാര്യമാണ് ഇവിടെ മോശയോട് ദൈവം പറയുന്നത്. എന്താണ് സങ്കടപ്പെടുത്തിയ കാര്യം? തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര്, തൻ്റെ ജനത്തിൻ്റെ കഷ്ടത, തൻ്റെ ജനത്തിൻ്റെ സഹനങ്ങൾ മോശയോട് ദൈവം പങ്കുവെക്കുകയാണ്. കാരണം ദൈവം പങ്കുവെക്കുകയാണ് മോശയോട്. കാരണം മോശയിലൂടെ ഈ ജനത്തിൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടണം. ഇവരുടെ നിലവിളിക്ക് ഒരു അന്ത്യമുണ്ടാകണം. അവർക്ക് അനുഗ്രഹമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ദേശം ഈ ജനത്തിന് ആവശ്യമാണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞ് ആ പദ്ധതിക്കായിട്ട് ദൈവം മോശയെ നിയോഗിക്കുകയാണ്. മനുഷ്യരുടെ വേദനകളിൽ, മനുഷ്യൻ്റെ കണ്ണുനീരിൽ, മനുഷ്യൻ്റെ സഹനങ്ങളിൽ ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാ, മനുഷ്യൻ്റെ കണ്ണുനീരും വേദനയും ദൈവത്തിൻ്റെ വേദനകളായി മാറുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് എവിടെയും കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ ഒരു ആശ്രമമുണ്ട് ബാംഗ്ലൂർ. അവിടെ ഞാൻ ചെന്ന സമയത്ത് ഒഡീഷയിലെ സിസ്റ്റർ, എനിക്ക് പരിചിതമായ ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ പറയുകയാണ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ, ഞാൻ അറിയും അവരെ, അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഈ അമ്മയെ നോക്കാനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം ആ അമ്മ മാറ്റപ്പെടുകയാണ്. സ്നേഹം കിട്ടാതെ, വിശ്വാസമുണ്ട്, എല്ലാവരും വളരെ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസികളാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നവരാ, പക്ഷെ ആ വിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ, ആ വിശ്വാസം സ്നേഹമായി മാറ്റുവാൻ കഴിയാതെ പോയി അവർക്ക്. അമ്മ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ്. ഇന്ന് ഈ സ്നേഹമില്ലാതെ, സഹായമില്ലാതെ എത്ര പേര് നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണമില്ലാതെ, പഠിക്കുവാൻ ഫീസില്ലാതെ, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ കണ്ണുനീരും അവരുടെ വേദനകളൊക്കെ കാണുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും
ദൈവത്തിൻ്റെ പദ്ധതികളിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവിലയിൽ തെരേസ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിന് കരുണയോടെ മറ്റുള്ളവരെ നോക്കിക്കാണാനുള്ള കണ്ണുകളാണ്. നിങ്ങളുടെ പാദങ്ങൾ ക്രിസ്തുവിന് വേണം, കാരണം ക്രിസ്തുവിന് നിങ്ങളിലൂടെ നന്മ ചെയ്യുവാൻ സഞ്ചരിക്കണം. നിങ്ങളുടെ കരങ്ങൾ ക്രിസ്തുവിന് വേണം, കാരണം നിങ്ങളുടെ കരങ്ങൾ ഈ ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ളതാണ്. കാരണം ക്രിസ്തുവിന് ശരീരമില്ല, ക്രിസ്തുവിൻ്റെ ശരീരമായി നിങ്ങൾ ഓരോരുത്തരും മാറണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആ വലിയ ജീവിതാനുഭവങ്ങളെ ഒപ്പിയെടുത്ത് ക്രിസ്തു ചെയ്ത ശുശ്രൂഷകളെ നമ്മുടെ ശരീരത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നത് പോലെ പൂരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുക, ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുക? അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നത്. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്, വിശ്വസിക്കാൻ മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുന്നതിനാണ്, അവിടുത്തെ വിമോചന പ്രക്രിയയിൽ ഭാഗമായി തീരുവാനാണ് ദൈവത്തിന് നമുക്ക് ഓരോരുത്തരെ ആവശ്യമുള്ളത്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു സംഭവം ഞാൻ പങ്കുവെക്കട്ടെ. എമിലി ഗ്രേസ് എന്ന് പറയുന്ന ഒരു 3 വയസ്സുള്ള കുട്ടി, അവൾ തീരെ സുഖമില്ലാതാകുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷേ നാളുകൾക്ക് ശേഷം, ഏകദേശം 70 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചറിയുകയാണ് ആ കുട്ടിക്ക് ക്യാൻസറാണ്, 4ാമത്തെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ആ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവമേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇതേറ്റവും വലിയ സഹനം, ഇനി ഇതിൽ കൂടുതൽ വലിയ സഹനങ്ങൾ നീ എനിക്ക് തരരുതേ എന്ന് കണ്ണുനീരോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ. എന്നാൽ അവളുടെ വിശ്വാസത്തിന് ദൈവം പ്രതിഫലം കൊടുക്കുകയാണ്. 3 വയസ്സ് കഴിഞ്ഞ് ഇന്ന് ഏകദേശം 11 വയസ്സ് ആ കുട്ടിക്കായി. ഇന്ന് ആരോഗ്യത്തോടെ നടക്കുകയാണ്. അമ്മ പറയുകയാണ്, എൻ്റെ വിശ്വാസം എൻ്റെ കുഞ്ഞിന് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ പേരല്ല വിളിക്കുന്നത്, മിറാക്കിൾ കിഡ് എന്നാണ് ആ കുഞ്ഞിനെ വിളിക്കുന്നത്. നമ്മുടെ വിശ്വാസം എപ്പോഴും അത്ഭുതമായി മാറും. മോശയുടെ വിശ്വാസത്തിന് ഇസ്രായേൽ ജനത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നെങ്കിൽ, അതിനടിത്തറവാകുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം ഒരു കടുകുമണിയോളം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, വലിയ പരിവർത്തനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. വിശ്വാസത്തിൽ വേരൂന്നി അതിൻ്റെ പ്രായോഗികത ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെല്ലാവരെയും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങളെപ്പോഴും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരാ. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും മറ്റെല്ലാം മറന്ന് ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ വസിക്കുന്നവരാ. എന്നാൽ അരക്ഷിതമായ സാഹചര്യങ്ങളിൽ എത്തിച്ചേരുവാനും കർത്താവെ അവയെ കൈപിടിച്ചുയർത്തുവാനുമുള്ള വരങ്ങളെ മോശയെപ്പോലെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒത്തിരി സങ്കടപ്പെടുന്നു. ആ സങ്കടങ്ങളെ ഞങ്ങളും ചേർത്ത് പിടിക്കുന്നു. തിരുസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തുമൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. തിരുവചനം ശ്രവിച്ച നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം: സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. യേശുമാത്രം ശരണം, അവൻ നമ്മെ രക്ഷിക്കും, ഇപ്പോഴും എന്നേക്കും. അത് എത്ര ഭാഗ്യം, 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 ഭാഗ്യം. അത്
പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നവരായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഒരിക്കൽ കൂടെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കുന്ന ദൈവം ഒരുക്കിയ ആയുസ്സിനായിട്ടും ആരോഗ്യത്തിനായിട്ടും നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളോടൊപ്പം പ്രഭാതങ്ങൾ അനേകര് ലോകത്തോട് മൺമറിഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തിന്റെ നന്മ കാണുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവിടെ ഞങ്ങളെ ജീവനോടുകൂടെ നിലനിർത്തിയതിനായിട്ട് അവിടെ നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ തന്നെ അവിടുത്തെ പൊന്നുപാദപീഠത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇടവകയിലെല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി പാതകവണം. അവിടെ എല്ലാവരുടെ സഹായം പ്രാർത്ഥിക്കുന്നു. ഈ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും നെടുവെപ്പുകളുടെയും മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവിടെ എല്ലാ കുടുംബങ്ങളെയും സഹായം പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിരിക്കാൻ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് എല്ലാ കാലങ്ങളും പ്രഖ്യാപിക്കാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് വഴി പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീ സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ സംഘടനകളെയും ദൈവ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസതയോടുകൂടെ നിറവേറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവിടെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായിരിക്കുന്ന ക്ഷീണതകൾ അനുഭവിക്കുന്ന, അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന, ഭാരങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വലിയ വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. വാർദ്ധക്യത്തിൽ തളർന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടുന്ന് എല്ലാവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ കർത്താവേ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ. കടഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട് കർത്താവേ. ഉപജീവന മാർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്ത പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ. സ്വന്തമായിട്ട് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ. കുടുംബജീവിതങ്ങൾ കർത്താവേ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അനേക കുടുംബങ്ങളുണ്ട്. അവിടുന്ന് എല്ലാവരെയും അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. എന്റെ സ്വർഗത്തിലെ തമ്പുരാൻ നിന്റെ മക്കളുടെ പ്രാർത്ഥനകളും നിന്റെ മക്കളുടെ നിലവിളിയും ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ. തക്ക സമയത്ത് സ്വർഗത്തിന്റെ കിളിവാളെ തുറന്ന് മതി എന്ന് പറയുവോളം സമൃദ്ധിയായിട്ട് അമർത്തി കൊലുകി കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുക കർത്താവേ. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായി, നേഴ്സുമാർക്കായിട്ട്, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട്, ലാബ് ടെക്നീഷ്യന്മാർക്കായിട്ട്, വാക്സിന്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചെറുതും വലുതുമായിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. നിന്റെ മക്കളിലൂടെ ദൈവത്തിന്റെ അദൃശ്യമേറെ കരം വെളിപ്പെടുവാൻ ലോകത്തിനും ദേശത്തിനും സൗഖ്യവും വിടുതലും അയച്ച കർത്താവേ. ഈ വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണം കർത്താവേ. ഞങ്ങളുടെ നിലവിളി സ്വർഗം ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യവും വിടുതലും ഉണ്ടാകുമെന്ന് കർത്താവേ.
അവിടുത്തെ പൂർണ്ണമായിരിക്കുന്ന വിടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന മഹാടവയ്ക്കായിട്ട്, മഹാടവയിലെ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായി, മിഷണറിമാർക്കായി, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹാടവയ്ക്ക് നൽകുന്ന അഭ്യന്തര തിരുമേനിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവകയെ ഭരിച്ചു വഴി നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന നന്മകൾ കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ദൈവാത്മാനെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. മഹാടവക ഓഫീസ് ബെയറേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയെ ഏറ്റവും അനുഗ്രഹപൂർവ്വമായി നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദിവസിക്കുന്ന ദേശത്തിനായി, രാഷ്ട്രത്തിനായി, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. യഹോവ രാജാതി രാജാവായിട്ട് അവിടുന്ന് വാഴണം പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയമായിരിക്കുന്ന, ഭൗതികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് എല്ലാ ആവശ്യങ്ങളെ അറിഞ്ഞു മാനിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്ത് കർത്താവെ സഭ ശോഭിക്കുന്ന വിളക്കായി തീരുവാൻ, അനേകർക്ക് വിടുതലിന്റെ മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ജയോത്സവമായിട്ട് വഴിന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാലും കൃപകളാലും നിറയ്ക്കണം. കൃപയും ഞങ്ങളെ പൊതിയണം. സകലമാനവും മഹത്വവും എടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ജലാശയേ പാടവന്നു രമ്യം മാത്രേ കണ്ടാൽ ഗമിച്ചുവേറ്റം ശാന്തമായി അമർന്നിട്ടമാറി ശാന്തമായി അമർന്നിട്ടമാറി. ഉയർന്നുടൻ കൊടും കാറ്റ് ഭയങ്കരത്തോടെ നിറഞ്ഞു കാർക്കൊണ്ടമ്പലം മറിഞ്ഞു തീരിയും മറിഞ്ഞു തീരിയും മറിഞ്ഞു തീരിയും നിറഞ്ഞു കാർക്കൊണ്ടമ്പലം മറിഞ്ഞു തീരിയും. വിറച്ചുമുങ്ങും എന്നോർത്ത് ഒരാളല്ലാത്തവർ ഉറങ്ങിത്താൻ തലേണമേ ചെരിഞ്ഞും കൊണ്ടവൻ ചെരിഞ്ഞും കൊണ്ടവൻ ചെരിഞ്ഞും കൊണ്ടവൻ ഉറങ്ങിത്താൻ തലേണമേ ചെരിഞ്ഞും കൊണ്ടവൻ. ഗുരു നശിക്കും രക്ഷിക്കാൻ
ഇഹപരങ്ങളിൽ 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 സ്നേഹിക്കും ആശ്രിതന്മാരെ ഇഹപരങ്ങളിൽ. നാം സമർപ്പിച്ച വഴിപാട് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായും ആർദ്രകരുണയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങൾ അതിരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കണ്ണുകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പൂർണ്ണ വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ ആശീർവാദത്തെ കൈക്കൊള്ളുവിൻ. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെയും നമ്മുടെ ജീവിതാന്ത്യത്തോടൊപ്പം ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ പോലും എത്ര നല്ല സാക്ഷി എനിക്കു ഞാനറിയും മുൻപേ എന്നെ സ്നേഹിച്ചോരു സ്നേഹിതൻ സ്നേഹപാശം പ്രത്യാശ നൽകുന്നു.
പോലും പവിത്ര നല്ല സാക്ഷി എനിക്കു ക്രിസ്തുവിൻ നിത്യസ്നേഹത്തിൽ നിന്നൊരു നാളും എന്നെ ജീവനോ മരണത്തിനോ ലോകനരകങ്ങൾക്കോ പിരിപ്പാൻ കഴിയുകയില്ല യേശുവിന്റെ സ്വന്തം ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും നാഥനായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ സന്നിധിയിൽ വന്ന് അങ്ങേ ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ സാധ്യതകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ആരോഗ്യത്താലും നന്മകളാലും നിറച്ച നിന്റെ കൃപകൾക്കായി സ്തോത്രം. ഈ ആരാധനയിൽ നിന്നെ അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ. നിനക്കായി പാടുവാൻ, വചനം ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നിന്റെ അടുക്കൽ മടങ്ങി വരുവാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. വരുന്ന ഒരാഴ്ചക്കാലം കർത്താവെ നിന്റെ തിരുകൃപയാൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. എല്ലാ പ്രിയമക്കളെയും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും ദൈവ കൃപയിൽ വാഴുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരെയും നിറച്ചു ഭരിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.